റബീഉൽ അവ്വൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴേക്ക് വല്ലാത്തൊരു ആനന്ദവും വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് നമുക്കുണ്ടാവാറുള്ളത്. നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ മനോഹരമായ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുകയും ഹബീബിൻ്റെ മദ്ഹ് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഹൃദ്യമായ കാഴ്ചകൾ റബീഉൽ അവ്വൽ 1 മുതൽ തന്നെ നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ കേവലം ഈ എട്ടാവട്ടമുള്ള കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എവിടെയൊക്കെ പ്രവാചകാനുരാഗികളും പ്രവാചക പ്രേമികളുമുണ്ടോ അവിടെയെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കപ്പെടുകയാണ്. നമ്മുടെ നാടുകളിൽ വളരെ മനോഹരമായി 10,000-കണക്കിന് മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ മദ്രസകളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങൾ വളരെ മനോഹരമായി ഹബീബിന്റെ മദ്ഹ് പാടുകയും പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുക കൂടി ചെയ്യപ്പെടുന്നു അത്തരം വേദികളിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വളരെ മനോഹരമായി കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം, വല്ലാത്തൊരു ആഹ്ലാദം. എവിടെയും പ്രവാചക പ്രേമികളുടെ ഒരു കൂട്ടായ്മ, അതേപോലെ ഇഷ്ക്, ഹബീബിനോടുള്ള ഇഷ്കും മഹബത്തും ഒക്കെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന മാസം അതാണ് പുണ്യ റബീഉൽ. ലോകാനുഗ്രഹിയായ തിരുദൂതർ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചമാസകലം സന്തോഷിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും സന്തോഷിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. വിഗ്രഹങ്ങൾ പലതും തലകുത്തി വീണു. ഒക്കെ മൗലിദ് ഗ്രന്ഥങ്ങളിലൊക്കെ അതൊക്കെയാണ് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ. പ്രപഞ്ചം മുഴുവനും സന്തോഷം കൊണ്ടു. അന്ന് ഒരാൾ കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരേ ഒരാളാണെന്ന് കരഞ്ഞത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഉദയം ചെയ്തപ്പോൾ പ്രപഞ്ചമാസകലം സന്തോഷിച്ചപ്പോൾ ഒരാൾ കരഞ്ഞു. അയാൾ ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാനായ അല്ലാമ ഇമാം സുഹൈലി റളിയല്ലാഹു അൻഹു വ അബുർ റബീഉ, 2 പ്രഗൽഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അന്ന ഇബ്ലീസ് റന്ന 4 റന്നാത്ത്, ഇബ്ലീസ് 4 തവണ കരഞ്ഞു എന്നാണ്. റന്നത്തുൻ ഹീന ലുഇന, 1 അവൻ ലഅനത്ത് ചെയ്യപ്പെട്ട നേരം, പിശാചിനെ മൽഊനായി ശപിക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട നേരത്ത് അവൻ കരഞ്ഞു. വറന്നത്തുൻ ഹീന ഉഹ്ബിത, രണ്ടാമതായി പിശാച് കരഞ്ഞത് അവനെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോഴാണ്. ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. സർവ്വ സൗഭാഗ്യങ്ങളുടെയും കലവറയായ സ്വർഗീയ ആരാമങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട നേരം പിശാച് കരഞ്ഞു. വറന്നത്തുൻ ഹീന ഉലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമതായി പിശാച് കരഞ്ഞത് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സലാത്തൊക്കെ ഒന്ന് ഓർക്കെ അല്ലേ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ വേദികളിൽ 10,000-ങ്ങൾ ഒരുമിച്ച് കൂടണമെന്നൊന്നുമില്ല. ഉള്ള ആളുകൾ വളരെ ആവേശത്തോടെ ഒരല്പസമയം കേവല ശാരീരിക സാന്നിധ്യത്തിനപ്പുറം മനസ്സുകൊണ്ടുകൂടി കൂടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ഹബീബിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നല്ല ആവേശഭരിതമായി സ്വലാത്ത് ചൊല്ലുക, ഇടയ്ക്കൊക്കെ ഒന്ന് ദ്വാരക്കുമ്പോൾ ആമീൻ എന്ന് നല്ല റാഹത്തോടെ പറയാ, ഇടയ്ക്കൊരു ഹബീബിൻ്റെ മദ്ഹ്, വളരെ മനോഹരമായ മദ്ഹുകൾ ഇങ്ങനെ പാടുമ്പോൾ ജവാബ് ചൊല്ലുക, ആ രീതിയിലൊക്കെ കൂടെ നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വറന്നത്തുൻ ഹീന ഉലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിന ബീവി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയ നേരത്ത് പിശാച് കരഞ്ഞു എന്ന് മഹാനായ ഇമാം സുഹൈലി തങ്ങൾ പറയാൻ. വറന്നത്തുൻ ഹീന ഉൻസിലത്ത് ഫാത്തിഹ, കരഞ്ഞു എന്ന മഹാനായ ഇമാം സുഹൈലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ രേഖപ്പെടുത്തുകയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിശാച് കരഞ്ഞു വന്ന് എന്ന് മുത്തുനബി തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ, ആ പുണ്യനബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഇന്നും ചില ആളുകൾ കരയാറുണ്ട്, വെപ്രാളപ്പെടാറുണ്ട്, ചില ആളുകളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. അവർ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പേ ആരംഭിക്കും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ, ഗ്രൂപ്പുകളിലേക്ക് മുഴുവനും ഷെയർ ചെയ്യാൻ. റബീഉൽ അവ്വലിന് തെളിവുണ്ടോ? മീലാദാഘോഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങൾ നടത്തിയിട്ടുണ്ടോ? ദീനിൽ തെളിവുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് മുഅ്മിനീങ്ങളുടെ ഈമാനിനെ പ്രയാസപ്പെടുത്താൻ ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നത് കാണാം. ഓരോ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകൾ മോശക്കാരാണ് എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ഒരു കാര്യം അവരോട് പറയാണ്, അവർ അവരുടെ ഈമാനിനെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അവരുടെ ഈമാനിനെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ? മഹാനായ അല്ലാമ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല, ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മുത്തുനബി തങ്ങളെ പുകഴ്ത്തി പറയുന്നു എന്നാണ്. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിലല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ചുപോയ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ എഴുതി വെക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാലാകമാർ ദുആ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട തഅ്ളീം, അതാകട്ടെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പെട്ടതുമാണത്. തഅ്ളീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അംബിയായിനോട്, ഔലിയായിനോട് ന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയുന്നത്, പാടുന്നത് എല്ലാം സ്വഹാബത്ത് എത്ര മനോഹരമായി, നമ്മളെക്കാൾ എത്ര മനോഹരമായിട്ടാണ് മുത്തുനബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ളത്. വഅജ്മല മിൻക ലം തറഖാതു ഐനി വഅക്മല മിൻക ലം തലിദിൻ നിസാഉ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ വരികളാണിത്. വിശ്രുതനായ പ്രവാചക കവി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കവിതകളിലൂടെ ഹബീബിനെ ശകാരിച്ച, ഹബീബിനെ മോശമാക്കിയ കവിയാണ്, സ്വഹാബിയാണ്. ദീനിലേക്ക് കടന്നു വന്നപ്പോഴോ പിന്നെ ആ മനുഷ്യന്റെ ജീവിതാവസാനം വരെ ആ നാവ് ഹബീബിനെ മദ്ഹ് പറയാനല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. ഹബീബിനെ മദ്ഹ് പറഞ്ഞു അവസാന ശ്വാസം വരെ. ആ മഹാനുഭാവന്റെ വരികളാണിത്. ഇല്ല നബിയേ, വഅജ്മല മിൻക ലം തറഖാതു ഐനി, ലോകത്തൊരു കണ്ണും അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ കണ്ടിട്ടില്ല നബിയേ. അങ്ങയെപ്പോലെ സുന്ദരനായ സുമുഖനായ ഒരാളെ ഒരു കണ്ണും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യം അത് വല്ലാത്തൊരു സൗന്ദര്യമാണ് അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം. മുത്തനബി തങ്ങൾ ഒരു വീട്ടിലിരുന്നാൽ അവിടുന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്, പുണ്യനബി തങ്ങൾ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ചിരിച്ചാൽ അവിടുത്തെ ആ ചിരിയുടെ പ്രകാശ കിരണങ്ങൾ ആ മുറിയിൽ, ആ ഇരുട്ടറയിൽ പ്രതിഫലിക്കുമായിരുന്നു എന്നൊക്കെ കാണാം.
വല്ലാത്ത സൗന്ദര്യം. അതാണ് മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിൽ എഴുതി ചേർത്തത് അല്ലെ, ഇന്ന ബൈതൻ അൻത സാകിനൂഹു യാ റസൂലല്ലാഹ് ലൈസ മുഹ്താജൻ ഇലാ സുറൂജി യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹ് വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുന യാ റസൂലല്ലാഹ് യൗമ യഅതിൻ നാസു ബിൽ ഹുജ്ജതി യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു, അല്ലെ അങ്ങ് താമസിക്കുന്നൊരു വീട്, അവിടെ ഒരു വിളക്കിന്റെ ആവശ്യമില്ല നബിയേ. അങ്ങ് പ്രകാശപൂരിതമാണ്, അങ്ങ് പ്രകാശപൂരിതമാണ്. ഖുർആനിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ തന്നെയാണ് മുത്തനബി തങ്ങളെ പറ്റി പറഞ്ഞത്. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. കത്തിജ്വലിക്കുന്ന പ്രകാശമായിട്ടാണ് യാ റസൂലല്ലാഹ് നബിയേ അങ്ങയെ നാം ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് മുത്തനബി തങ്ങളോട് പറയുന്നത്. പ്രകാശമാണ് തിരുനബി, പ്രകാശമാണ് തിരുനബി. പ്രിയപ്പെട്ടവരെ, ആ സൗന്ദര്യം അത് വല്ലാത്ത സൗന്ദര്യമാണ്. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ പറ്റി നമ്മൾ പറയാറുണ്ട് അല്ലേ? യൂസുഫ് നബിയുടെ സൗന്ദര്യം, അതിലും വലിയ സൗന്ദര്യം അല്ലാഹു നൽകി അനുഗ്രഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ അങ്ങയുടെ സൗന്ദര്യം എനിക്കൊന്ന് കാണണം നബിയേ എന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ നിനക്കെന്നെ കണ്ടിട്ടില്ലേ? നീ എന്നെ കണ്ടിട്ടുണ്ടല്ലോ സിദ്ദീഖേ. അതല്ല നബിയേ, അങ്ങയുടെ യഥാർത്ഥ സൗന്ദര്യം എനിക്കൊന്ന് കാണണം. ഹബീബിന്റെ സൗന്ദര്യം അവിടുത്തെ ഹൈബത്ത് കൊണ്ട് മറക്കപ്പെട്ടതാണ് എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. അവിടുത്തെ ഗാംഭീര്യം കൊണ്ട് മറക്കപ്പെട്ട സൗന്ദര്യമാണ് മുത്തുനബി തങ്ങളുടെ സൗന്ദര്യം. വല്ലാത്ത സൗന്ദര്യമാണ്, പക്ഷെ അത് അവിടുത്തെ ഗാംഭീര്യം കൊണ്ട് മറക്കപ്പെട്ടു. ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവിടുത്തെ വിലായത്തിനെ ഇൽമു കൊണ്ട് മറക്കപ്പെട്ടു എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സൗന്ദര്യം ഹൈബത്ത് കൊണ്ട് ഗാംഭീര്യം കൊണ്ട് മറക്കപ്പെട്ടു എന്നാണ്. സിദ്ദീഖ് തങ്ങളുടെ ചോദ്യം മുത്തുനബി തങ്ങൾക്ക് മനസ്സിലായി. ഹബീബ് കാണിച്ചു കൊടുത്തു അവിടുത്തെ യഥാർത്ഥ സൗന്ദര്യം. അത് കാണാൻ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണിന് ശക്തിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുകൾക്ക് അതിന് സാധ്യമാകാതെ പോവുകയും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, വഅജ്മല മിൻകലം തറഖാതു ഐനി, ഇല്ല നബിയേ അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ ലോകത്തൊരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല നബിയേ. വഅക്മല മിൻകലം തലിദിൻ നിസാഉ, ഇല്ല നബിയേ അങ്ങയെപ്പോലെ പരിപൂർണനായ ഒരാൾക്ക് ഇന്നുവരെ ഒരു ഉമ്മാക്കും ജന്മം നൽകാൻ സാധിച്ചിട്ടില്ല. ആമിന ഉമ്മക്ക് മാത്രമാണ് അതിന് ഭാഗ്യമുണ്ടായത്. ലോകത്തൊരു പെണ്ണും ഇതുവരെ പ്രസവിച്ചിട്ടില്ല അങ്ങയെപ്പോലെ പരിപൂർണനായ ഒരാളെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ വരികളാണിത്. ഇങ്ങനെ ഒരുപാട് സ്വഹാബികൾ ഹബീബിന്റെ മദ്ഹ് പാടുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കൂടെ ഇല്ലേ മുഹമ്മദ് മുസ്തഫ? സാധാരണ ഈ
ഈ എന്താ പറയുക, ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച സദസ്സിനെ കൂടെ കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം അതിൽ പോകുന്ന വണ്ടികളുടെ എണ്ണം, ആൾക്കാരുടെ എണ്ണം, ആര് പോകുന്നു, ആര് വരുന്നു, എത്ര ബൈക്ക് പോകുന്നു, കാറ് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന പണിയാണെന്ന് തോന്നിപ്പോകും ചിലരെ കണ്ടാൽ. ഒക്കെ ഇങ്ങനെ പുറത്താണ് ഉണ്ടാവുക. ഇവിടെ കുറേ ഉൾഭാഗമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും സദസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരും വരുമ്പോൾ പോകുമ്പോൾ ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധ തെറ്റുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകൾ അങ്ങനെ വരും, പോകുന്ന ആളുകൾ പോകും അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരല്പസമയം ഒന്ന് ഹബീബിൻ്റെ മദ്ഹിലൊന്ന് അലിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ കണക്ഷന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു വിഷയം കേൾക്കുന്നതിനിടയിൽ കണക്ഷൻ വിട്ടുപോയാൽ പ്രയാസമാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേറൊന്നാണ് കേൾക്കുക. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞത് എന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലത് പറയാം, നല്ലത് കേൾക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ലോകത്തിന്റെ നേതാവ് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന നിവാസികളായ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം മദീനയുടെ തെരുവോരങ്ങളിൽ വരവേറ്റത് എത്ര മനോഹരമായിട്ടാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ യാ നബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും അയ്യുഹൽ ഫീന ജിഅത ബിൽ അംരിൽ മുത്താഇ ജിഅത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും അലൈക്കും. അപ്പോൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളെ ധാരാളം ആലപിച്ചവരാണ് പുണ്യ സ്വഹാബ. മദ്ഹ് പറഞ്ഞവരാണ് പുണ്യ സ്വഹാബ. നമ്മളും അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറയാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള പരിപാടികളിൽ മദ്ഹൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പിരിയുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുന്നതാണോ ഈ ആളുകൾക്ക് പ്രയാസമുണ്ടത്? ഭക്ഷണം കൊടുക്കുന്നതാണോ തെറ്റ്? പുണ്യനബി തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഉടനെ മദീന നിവാസികൾക്ക് നൽകിയ ആദ്യത്തെ ഉപദേശം 4 കാര്യമാണ് നടത്തിയത്. ആദ്യത്തെ ഉപദേശം അഫ്ശുസ്സലാം വതുഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. 4 ഉപദേശമാണ്. ഒന്ന് അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാവരോടും നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം, എല്ലാവരോടും. വഅത്ഇമുത് ത്വആം, രണ്ടാമത്തെ ഉപദേശം നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണം. അതിഥികളെ സ്വീകരിക്കണം, സൽക്കരിക്കണം, ആദരിക്കണം, നല്ല ഭക്ഷണം നൽകണം. വീട്ടിലാരെങ്കിലും വന്നാൽ കുടിക്കാൻ എടുക്കട്ടെ, ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയും കുടിക്കാൻ കൊടുക്കുകയും വേണമെന്ന് മഹാന്മാരായ നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നത് ആതിഥ്യ മര്യാദക്കെതിരാണ് എന്നാണ്. ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ്. ഉണ്ടാക്കണം. വീട്ടിലെ വിരുന്നുകാർ വരുമ്പോൾ ദേഷ്യം വരുന്ന പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ, ഇല്ലാന്ന് പറയും. ഉണ്ടാ അടച്ചോനെ ഉണ്ടെന്ന് തോന്നുന്നു, ആരും ഉണ്ടെന്ന് ഇല്ലേ? വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ദേഷ്യം വരുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇല്ലില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നല്ല ബോധം നൽകട്ടെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ. നല്ല സന്തോഷമാണ് വീട്ടിൽ വിരുന്നുകാരെ വരുന്നതൊക്കെ, നല്ല സന്തോഷമാണ് സഹോദരിമാർക്കല്ലേ, നല്ല സന്തോഷമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയാം, നല്ല ഭക്ഷണമൊക്കെ അവരുണ്ടാക്കും. ഭക്ഷണം കഴിച്ച് പോകുന്ന ആളുകൾ ഒരു നല്ലൊരു അഭിപ്രായം പറയണം.
അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സാക്ഷാൽ ഭർത്താവ് പോലും ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യണം? മുത്തുനബി തങ്ങളുടെ മാതൃകയാണ്. അതൊരു നല്ല വാക്ക് പറയാം, മാഷാ അല്ലാ നിന്റെ ഭക്ഷണം ചിലപ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും ഒന്ന് പറഞ്ഞേക്കുക, നിന്റെ ഭക്ഷണം എന്തൊരു രുചിയാണ്, മാഷാ അല്ലാ വല്ലാത്തൊരു കൈപ്പുണ്യാണ് നിനക്ക്, എന്തൊരു സന്തോഷമാണെന്നറിയോ. അവർക്ക് പിന്നെ അന്ന് ഭക്ഷണം തന്നെ വേണ്ട, അവർക്ക് വയറ് നിറയും. അപ്പോൾ സഹോദരിമാര് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നല്ല രണ്ട് അഭിപ്രായം പറയണം, ഒരു സന്തോഷം പറയണം, നല്ല കാര്യമാണത്. അതിലൊന്നും നമ്മൾ ഭർത്താക്കന്മാർ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതിലൊക്കെ പിശുക്ക് കാണിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ചില്ലറ കാര്യങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് പരിഗണന എന്ന് പറയുന്നത്. ഇതിന് പരിഗണന എന്നാ പറയാ, ഒരു അംഗീകാരം, പരിഗണന എല്ലാവരും ആഗ്രഹിക്കും. കുട്ടികൾ സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ സ്ലേറ്റിൽ ഉസ്താദ് 10ൽ 9 അല്ലെങ്കിൽ 10 മാർക്കിട്ട ആ എഴുതിയതുമായി നേരെ വീട്ടിലേക്ക് ഓടി വന്ന് കാണിച്ചു തരും. അവരാഗ്രഹിക്കുന്നത് പരിഗണനയാണ്. അപ്പോൾ ഉമ്മ പറയണം, മാഷാ അല്ലാ എൻ്റെ കുട്ടി നല്ല മോനാണ്, നല്ല കുട്ടിയാണ്, മാഷാ അല്ലാ ഇനി ഇങ്ങനെ മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞൊരു 4 വാക്ക് പറഞ്ഞു നോക്കൂ. കുട്ടി അവിടെ ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. അതുപോലെ ഭാര്യ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ, നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അവരാഗ്രഹിക്കുന്നത് ഒരു പരിഗണനയാണ്. ആ ഭക്ഷണം വിളമ്പി തീന്മേശയിൽ കൊണ്ടുവച്ച് അവർ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും കുറച്ചു നേരം. എന്തേലും പറയുന്നോ നോക്കി, ഈ മനുഷ്യൻ എന്തെങ്കിലും പറയോ? ഒന്നും പറയില്ല. തിന്നിട്ട് അതിന് ഉപ്പ് പോരെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറവുണ്ടോ നോക്കി ആ കുറവ് പറയും. നല്ല വാക്ക് പറയോ? അതാണ് പറയേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ, രണ്ടാമത്തെ ഉപദേശമാണ്. മൂന്നാമതായി പുണ്യനബി തങ്ങൾ പറഞ്ഞു, വസിലുൽ അർഹാം, നിങ്ങൾ ബന്ധങ്ങളെ ചേർത്തു പിടിക്കണേ, ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം, കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കണം. ബന്ധങ്ങൾ തകർക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി അവിടുത്തെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. കുടുംബബന്ധം മുറിക്കുന്ന ആള്, കുടുംബക്കാർക്കിടയിൽ ഫിത്ന, ഫസാദ് ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, എല്ലാവരെയും തമ്മിൽ തെറ്റിച്ച് ആകെ കുട്ടിച്ചോറാക്കുന്നവർ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല എന്നും മുഹമ്മദ് മുസ്തഫ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഭാഗത്തൊരു സ്ഥലത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പോയി. സദസ്സിൽ അങ്ങനെ കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ സദസ്സിൽ ഇറങ്ങൂല എന്ന് പറഞ്ഞപ്പോ ഞാൻ കാരണം ഈ സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാതെ പോകരുത് എന്ന് വിചാരിച്ച ഒരാൾ എഴുന്നേറ്റ് പോയി. പിന്നെ അദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയ ആളാണ്, ഞാൻ നേരെ പോയത് ഞാൻ പിണങ്ങി നിന്നൊരു കുടുംബത്തിലേക്കാണ്, അവരോട് പോയി ഞാൻ സംസാരിച്ചു. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവർ ഒരു സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ആ സദസ്സിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ നാലാമത്തെ ഉപദേശം, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, എല്ലാരും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ. ആ നിസ്കാരത്തിന്റെ പേരാണ്, എല്ലാരും ഉറങ്ങണ നേരത്ത് നിസ്കരിക്കുന്ന നിസ്കാരമില്ലേ, സുബി എന്ന് വിചാരിക്കും കുറെ ആൾക്കാരല്ലേ. എല്ലാരും സുബിക്ക് ഉറങ്ങല്ലേ പള്ളി പോവാതെ. അതല്ല, സുബിക്ക് മുമ്പേയുള്ള നിസ്കാരമുണ്ട് അല്ലേ, തഹജ്ജുദ് നമസ്കാരം നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണത്. ഈ 4 ഉപദേശമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഉടനെ പുണ്യനബി തങ്ങൾ നടത്തിയ ആദ്യത്തെ ഉപദേശം. അതാണ്. അതിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണം, പുണ്യകർമ്മമാണ്. ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതാണോ തെറ്റ്? പിന്നെ എന്താണ് ഈ നബിദിനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തെറ്റ് പറയാനുള്ളത്? ഘോഷയാത്ര പോകുന്നതാണോ തെറ്റ്? ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന് ചോദിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. യാ റസൂലല്ലാഹ്, ഇത് സത്യമതമല്ലയോ നബിയേ? പരിശുദ്ധ ദീൻ ഇസ്ലാം സത്യമതമല്ലയോ നബിയേ? നഅം യാ ഉമർ, ഉമറേ അതെ ഇത് സത്യമതമാണ്. പിന്നെന്തിന് നബിയേ നമ്മളിങ്ങനെ ഒളിച്ചിരിക്കണം, നമ്മളിങ്ങനെ ആളുകളെ പേടിച്ചിരിക്കണം? നമുക്ക് ഒന്ന് പോകാം നബിയേ, ഈ ദീനിനെ ഒന്ന് പ്രചരിപ്പിക്കാം നബിയേ. അങ്ങനെയാണ്
ഒരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മറുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളും. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി ഒരു റാലി പുറപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇന്നലെ വരെ തന്റെ കൂട്ടുകാരായിരുന്ന ഖുറൈശി പ്രമാണിമാരോട് ചോദിച്ചത്, നിങ്ങളിൽ ആരെങ്കിലും ഭാര്യ വിധവയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കൾ അനാഥരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഉമർ വെല്ലുവിളിക്കുകയാണ്. ഉമറിനോട് നേരിടാൻ ചുണയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് വെല്ലുവിളിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഘോഷയാത്രകൾ വെല്ലുവിളിയുടെ ഘോഷയാത്രയല്ല, പിന്നെയോ അത് മാനവ സന്ദേശം, ഹബീബിന്റെ വളരെ മനോഹരമായ സൗഹൃദത്തിന്റെ സന്ദേശം മാലോകരെ അറിയിക്കുന്ന വളരെ മനോഹരമായ വിളംബര ജാഥയാണത്, സ്നേഹ റാലിയാണത്. അതിലും ഒരു അപാകതയുമില്ല. അതിലും എന്ത് തെറ്റാണുള്ളത്? അതിലെന്ത് തെറ്റ്? പിന്നെ എന്താണ് നബിദിനത്തിൽ കുഴപ്പം ആണ് എന്ന് പറയാൻ എന്താണുള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധരിപ്പിക്കലുകൾ വളരെ 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 വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു നല്ല ബോധം നൽകട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്തരം ആളുകളോട് സഹതാപമാണ്. നമുക്ക് അവരോട് സഹതാപമല്ലേ തോന്നേണ്ടത്? എന്തൊരു കഷ്ടാണ്. ഈ വക നന്മകളൊന്നും അവർക്ക് കിട്ടാനില്ല. ഇതിനൊക്കെ നിഷേധിച്ച് 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 എല്ലാ നന്മകളെയും നിഷേധിച്ച് എന്താണ് അവരിവിടെ പ്രചരിപ്പിക്കുന്നത്? ഒരു ഉണങ്ങിയ ഇസ്ലാമിനെയാണ് അവരിവിടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു ദിക്റില്ലാത്ത, ഒരു സ്വലാത്തില്ലാത്ത, ഒരു വഅലില്ലാത്ത, ഒന്നുമില്ലാത്തൊരു ഇസ്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവർ പാവങ്ങളാണ്. അള്ളാഹു അവർക്ക് നല്ല ബോധം നൽകട്ടെ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് പോലും, അവിടുത്തെ മുമ്പിൽ ഇരിക്കുന്നത് പോലും എത്രമേൽ സന്തോഷമായിരുന്നു സ്വഹാബത്തിന്, എത്രമേൽ സന്തോഷമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നേരത്ത് അരികിലിരുന്ന ഭാര്യ കരയുകയാണ്. വാ ഹുസ്നാ, എന്റെ സങ്കടമേ, വിഷമമേ, പ്രയാസമേ. മരണപ്പെടാൻ പോകുന്നത് ഭർത്താവാണ്. മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് സ്നേഹസമ്പന്നനായ ഭർത്താവാണ്. നീഗ്രോ അടിമയായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉടനെ ബിലാൽ എന്നവർ ഭാര്യയോട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ പെണ്ണേ, സങ്കടമാണ് എന്ന് പറയല്ലേ മോളെ. വാ ത്വറബാ, ആനന്ദമാണ്, എനിക്ക് ആഹ്ലാദമാണ്, സന്തോഷമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ ആരെയാണ് കാണാൻ പോകുന്നത്? ആരെയാണ് കാണാൻ പോകുന്നത്? ഗദന്നൽ ഖല്ലഹിബ്ബാ മുഹമ്മദം വഹിസ്ബാ. ആരെയാണ് ഞാൻ കാണാൻ പോകുന്നത്? ഗദന്നൽ ഖല്ലഹിബ്ബാ, നാളെ എൻ്റെ കൂട്ടുകാരനെ ഞാൻ കാണാൻ പോവുകയാണ്. മുഹമ്മദം വഹിസ്ബാ, ആരാണ് ആ കൂട്ടുകാർ? മുഹമ്മദ് നബിയും അവിടുത്തെ അനുയായികളും. വഫാത്തായി പോയല്ലോ മുത്തുനബി തങ്ങൾ. ആ ഹബീബിനെ കാണാൻ പോകുന്നു എന്ന സന്തോഷമാണ് മരണാസന്നനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുന്നത്. ഭാര്യ കരയുമ്പോ മരണാസന്നനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, കരയരുത്, സന്തോഷമാണ്, എനിക്ക് സന്തോഷാണ്, ഹബീബിനെ കാണാൻ പോവാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു തങ്ങളടങ്ങുന്ന നിവേദക സംഘം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വരികയാണ്. ഹബീബ് അവർ വരുന്നതിന്റെ തലേ ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ യഖ്ദുമു അലൈക്കും അഖ്വാം, നാളെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ വരാൻ പോവുകയാണ്. ഹും അറഖു മിൻകും ഖുലൂബാ, അവർ നിങ്ങളെക്കാൾ നൈർമല്യ ഹൃദയമുള്ളവരാണ്. നിങ്ങളെക്കാൾ നൈർമല്യ ഹൃദയമുള്ള ഒരു വിഭാഗം ഇവിടെ വരാൻ പോവുകയാണ്.
എന്ന് പറഞ്ഞു മുത്തുനബി തങ്ങൾ. സ്വഹാബത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ആരാണ് വരാൻ പോകുന്നത് എന്ന്. പിറ്റേ ദിവസം മദീനയിൽ മുന്നിട്ട് വന്നു. ആരാണ്? മഹാന്മാരായ അശ്അരിയാക്കൾ. അശ്അരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളാണ്, സ്വഹാബികൾ. മിൻഹും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻ. ആ കൂട്ടത്തിലാണ് മഹാനായ അബൂ മൂസൽ അശ്അരി എന്ന പ്രഗൽഭനായ സ്വഹാബി വര്യനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ പറയാണ്, ഞങ്ങൾ മദീനയിലെത്തുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ടെന്റ് നിർമ്മിച്ച് താമസിക്കുകയാണ്. നാളെ മദീനയിലേക്ക് എത്താൻ പോവുകയാണ്. ഞങ്ങൾ നാളെ മദീനയിലെത്താൻ പോകുന്നു എന്ന സന്തോഷത്താൽ ഞങ്ങൾ അവിടെ വട്ടം കൂടി പാട്ട് പാടുകയാണ് സന്തോഷത്തോടെ. അവരുടെ പാട്ടും ബിലാലിന്റെ പാട്ടും ഒരേ പാട്ടാണ്. മരണാസന്നനായ ബിലാൽ തങ്ങൾ പാടിയതും ഇവിടെ മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ അടങ്ങുന്ന അശ്അരിയാക്കളായ സ്വഹാബത്ത് പാടിയ പാട്ടും ഒന്ന് തന്നെയാണ്. നാളെ ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദ് നബിയെയും അവിടുത്തെ ഉത്തമാനുയായികളെയും കാണാൻ പോവാൻ. റസൂലുള്ളാഹി തങ്ങളെ കാണുന്ന സന്തോഷം അവർ പ്രകടിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ആ സന്തോഷം നാളെ ലഭിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബിനെ കൺകുളിർക്കെ കാണണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും ആഗ്രഹമില്ലേ ആ ഹബീബിനെ കാണണം? ദുനിയാവ് തന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? സ്വപ്നത്തിലെങ്കിലും ഒരു തവണയെങ്കിലും ആ പുന്നാര നബി തങ്ങളുടെ പുണ്യപൂമുഖം കാണാൻ ആഗ്രഹമുണ്ട്, നമ്മൾക്ക് കൊതിയുണ്ട്. നമുക്ക് അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കണ്ണിന്റെ മറയെ അല്ലാഹു ഉയർത്തിത്തരട്ടെ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅലൽ ആലിഅൽ അവ്വല സുതൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖാൽ ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഈ നബിയെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ മുത്തുനബി തങ്ങളെയാണ്. നിസ്കാരത്തെക്കാൾ മുമ്പ് വഅവ്വലു വാജിബിൻ അലൽ ആബാ മഖ്ദൂമ തങ്ങളെ തന്റെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅവ്വലു വാജിബിൻ അലൽ ആബാ, ബാപ്പമാരുടെ മേൽ ആദ്യം നിർബന്ധമാകുന്നത് ഹത്താ അലൽ അംരി ബിസ്സലാത്ത്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പായി നിർബന്ധമാകുന്നത് അന്ന തഅലീമുഹു, പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കലാണ്. എന്തു പഠിപ്പിക്കണം? അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ്, മദീനയുടെ മന്ദമാരുതൻ, മക്കയുടെ നിലാവുളിയായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഇസ ബിമക്കത്ത വഉലിദ ബിഹാ, മക്കയിലാണ് ജനിച്ചത്, അവിടെയാണ് നിയോഗിതനായത്, പ്രവാചകനാക്കപ്പെട്ടത്. അതുപോലെ വദുഫിന ബിൽ മദീനത്തി വമാത ബിഹാ, മദീനയിലാണ് അവിടുന്ന് വഫാത്തായത്, അവിടെയാണ് മറമാടപ്പെട്ടത് എന്ന് നിസ്കാരത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് എന്ന് മഹാനായ മഖ്ദൂമ തങ്ങൾ തന്റെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉലമാ പഠിപ്പിക്കുകയാണ്. ആദ്യം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ആദ്യം ആ ഹബീബിനെ പരിചയപ്പെടുത്തണമെന്ന് പറയാൻ കാരണം? പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല,
നമ്മൾ അവന്റെ മാലാകമാരെ കണ്ടിട്ടില്ല, സ്വർഗനരകങ്ങളെ കണ്ടിട്ടില്ല, മീസാനും സിറാത്തുമൊന്നും നമ്മുടെ ദൃഷ്ടിയിൽ വന്നിട്ടില്ല. ഇതെല്ലാം കണ്ട ഒരു നേതാവ് നമ്മളോട് വന്ന് പറഞ്ഞതാണ്, അല്ലാഹു ഉണ്ട്, അവന്റെ മലക്കുകളുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതെല്ലാം നമ്മളോട് പറഞ്ഞു വന്ന, നമ്മളോട് വന്ന് പറഞ്ഞ നേതാവ് ഇതിനെല്ലാം സാക്ഷിയാണ്. എല്ലാം കണ്ടു വന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാം നേരിൽ കണ്ടവരാണവർ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, നേരത്തെ ഞാൻ ഓതിയ ആയത്ത്, ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയേ നിങ്ങളെ നാം നിയോഗിച്ചത് ഷാഹിദൻ, സാക്ഷിയായിട്ടാണ്. എല്ലാത്തിനും അങ്ങ് സാക്ഷിയാണ്. അങ്ങ് സ്വർഗനരകങ്ങളെ കണ്ടിട്ടുണ്ട്. എല്ലാം 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 കണ്ടവരാണങ്ങ്. അല്ലെ, മുത്തനബി തങ്ങളെല്ലാം കണ്ടിട്ടാണ് നമ്മളോട് വന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും എല്ലാം കണ്ട ഒരു നേതാവ് നമ്മളോട് പറഞ്ഞു തന്നു. ആ നേതാവിനെയല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടതും, ആ നേതാവിനെയല്ലേ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടതും. എല്ലാം കണ്ടവരാണവർ. സ്വർഗം കണ്ടിട്ടില്ലേ, നരകം കണ്ടിട്ടില്ലേ? മിഅ്റാജിന്റെ രാവിൽ കുന്തു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിന്നു. മിഅ്റാജിന്റെ രാവിൽ മുത്തനബി തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ ഞാൻ നിന്നു. അതിലൂടെ കടന്നു പോകുന്നവരാരാണെന്നറിയാൻ ഫൈദാ ആമ്മതു മൻ ദഖലഹൽ മസാകീൻ, ആ സ്വർഗീയ കവാടത്തിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങളായ അല്ലേ, പാവങ്ങളായതിൻ്റെ പേരിൽ എത്ര ആൾക്കാർക്ക് ബേജാറുണ്ട്, ഭയങ്കര സങ്കടമുള്ള ആളുകളില്ലേ? പഠിച്ചോൻ എന്നെന്തിനാ ഇങ്ങനെ ആക്കിയത്, പഠിച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രോഗം വന്നാൽ അങ്ങനെ പറയുന്നവർ, വേറെ എന്തെങ്കിലും സാമ്പത്തികമായ വിഷമം വന്ന എന്തിനാ പഠിച്ചോൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ, പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്. അല്ലേ, എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അങ്ങനെ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് അംബിയാ. മുത്തനബി തങ്ങൾ പറഞ്ഞു, അംബിയാക്കൾക്കാണ്. അവരാണ് ഏറ്റവും ഉന്നതർ ലോകത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ. അംബിയാ അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. അല്ലേ, ഫല്ലംസലു ഫല്ലംസൽ ഹദീസിൽ കാണാം. പിന്നെ ഔലിയാ, പിന്നെ സ്വാലിഹീങ്ങൾ, അങ്ങനെ നല്ല നല്ല മനുഷ്യന്മാർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക. നമ്മൾ രോഗം വന്നാൽ വിചാരിക്കും, ആ പഠിച്ചോനെ എന്തിനാ പഠിച്ചോനെ എനിക്കിങ്ങനെ ഒരു രോഗം തന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നാളെ മഹ്ശറ വൻസബയിൽ ദുനിയാവിലെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ സ്ഥാനം കാണുമ്പോൾ കാര്യമായ രോഗങ്ങളൊന്നും നൽകപ്പെടാത്ത ആളുകൾ അവിടെ വെച്ച് ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിന്റെ മുന്നിൽ. ഇതെന്റെ വാക്കല്ല, പുണ്യനബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ കാര്യമായ രോഗമൊന്നും വരാത്ത ആളുകൾ ആഗ്രഹിക്കുന്നതാണ്, പഠിച്ചോനെ നീ എനിക്ക് ദുനിയാവിൽ രോഗം തന്നിരുന്നെങ്കിൽ അല്ലാ, എനിക്കിതുപോലെ ഉന്നതമായ സ്ഥാനം കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ കയറിയ കാട് കയറിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നുപോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. ഭൂരിഭാഗവും. അപ്പൊ ഒരു ന്യൂനപക്ഷം ആരുണ്ടാവുന്ന മനസ്സിലായി? ഭൂരിഭാഗവും പാവങ്ങളാവുമ്പോ ഒരു ന്യൂനപക്ഷം മനുഷ്യന്മാരെ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചവനെ. ഒരു ന്യൂനപക്ഷം ആരുണ്ടാവും? ഇവിടെ പാവങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് പണക്കാരെന്ന് ആരും പറയാത്തത് അല്ലേ. ഒരു ന്യൂനപക്ഷം പൈസക്കാര് അതിലൂടെ പോകും, ഭൂരിഭാഗവും പാവങ്ങളാണ്. ആമ്മത്തു മൻ ദഖലഹൽ മസാകീൻ പ്രയോഗിച്ച പദം അങ്ങനെയാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ പൈസക്കാരും അതിലൂടെ പോകും. ആ കൂട്ടത്തിൽ നമ്മുടെ സമ്പന്നന്മാരെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സമ്പന്നന്മാർ ആ കൂട്ടത്തിൽ പെടണം, കുറഞ്ഞ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ. പാവങ്ങളാണ് സ്വർഗത്തിൽ കടക്കുന്നവരിൽ ഭൂരിഭാഗവും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതും മിസ്കീന്മാരുടെ കൂട്ടത്തിൽ പെടാനാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വ അമിത്നി മിസ്കീനാ വഹ്ശുർനി
ഫീ സുംറത്തിൽ മസാകീൻ. ഹബീബിന്റെ പ്രാർത്ഥനയാണത്. അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ലാ, മിസ്കീനായി ജീവിപ്പിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ്, മിസ്കീനായിട്ടാണ് അല്ലേ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മിസ്കീനായി ജീവിച്ചു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുത്തനബി തങ്ങൾ തന്നെ പറയാണ്, അറളലി റബ്ബി ബതുഹാ മക്കത ദഹബാ. മക്കയിലെ സർവ്വ പർവ്വതങ്ങളെയും നബിയെ നിങ്ങൾക്ക് ഞാൻ സ്വർണമാക്കി തരാമെന്ന് എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു. മക്കയിലെ പർവ്വതങ്ങളൊക്കെ സ്വർണമാക്കി തരാം. പക്ഷേ വിനയാന്വിതനായി മുത്തുനബി തങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു, ലാ യാ റബ്ബി, എൻ്റെ പടച്ചവനെ എനിക്കത് വേണ്ട അല്ലാ. ഞാൻ ഒരു ദിവസം വയറ് നിറച്ച ഭക്ഷണം കഴിച്ചാൽ പിന്നെ 3 ദിവസം ഞാൻ വിശന്നിരിക്കും, പട്ടിണി കിടക്കും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ നേതാവിൻ്റെ പേരാണ് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മൗലായ സ്വല്ലി വസാ അലാ ഹബീബിക ഖായ് കുല്ലിഹിമീ. അതാണ് ആയിഷ ഉമ്മ പറഞ്ഞത്, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരായ ഞങ്ങളുടെ വീടുകളിൽ 1 മാസമോ 2 മാസമോ അടുപ്പത്ത് തീ കത്താത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു. അടുപ്പത്ത് തീ കത്തിക്കാത്ത മാസങ്ങൾ. ആ സമയങ്ങളിൽ ഞങ്ങൾ വെള്ളവും ഈത്തപ്പഴവും മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. തീ കത്തിക്കാൻ, അടുപ്പത്ത് ഭക്ഷണമുണ്ടാക്കാനൊന്നുമില്ലാത്ത 2-3 മാസക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഹബീബിന്റെ പ്രിയ പത്നിയാണ്, ആയിഷ ഉമ്മയാണ്. അത്ര വലിയ ദാരിദ്ര്യമൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പാവങ്ങളായതിന്റെ പേരിൽ സങ്കടപ്പെടരുതേ. ദാരിദ്ര്യം വന്നു എന്നതിന്റെ പേരിൽ വിഷമിക്കരുത്. മിസ്കീനായി മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം. മരിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വഫാത്തായത്. പുണ്യനബി തങ്ങൾ വഫാത്താവുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മഹാന്മാരായ ഉലമാ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. 8 സ്വാഅ് ബാർലി, ഷഈർ എന്ന് പറയും അറബിയിൽ, ഗോതമ്പ് പോലെയുള്ളൊരു ധാന്യമാണ്. അപ്പൊ 8 സ്വാഅ് ബാർലി ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി പുണ്യനബി തങ്ങൾ. കഴിക്കാനൊന്നുമില്ലാഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ടെന്തെങ്കിലും കൊടുക്കണം. കയ്യിലുള്ള പടയങ്കി കൊടുത്തു. പണയമാണ്. ഈ പടയങ്കി പിന്നെ തിരിച്ചു വാങ്ങണമെങ്കിൽ 8 സ്വാഅ് അങ്ങോട്ട് കൊടുക്കണം. ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കണം. പക്ഷെ കൊടുക്കാൻ പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പടയങ്കി പുണ്യനബി തങ്ങൾ വഫാത്താവുമ്പോൾ ജൂതന്റെ കയ്യിലായിരുന്നു. അബുശഹം എന്ന പേരുള്ള ഒരു ജൂതന്റെ കയ്യിലാണ് ആ പടയങ്കി ഉണ്ടായത് എന്ന് ഇമാം ഖസ്തല്ലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തും അങ്ങനെ തന്നെയാണ്. നാളെ നീ എന്നെ ഒരുമിച്ച് കൂട്ടേണ്ടത് അല്ലാഹ് ഫീ സുംറത്തിൽ മസാകീൻ, പാവങ്ങളോടൊപ്പമാണ് എന്ന് പ്രാർത്ഥിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സ്വർഗം കണ്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാം കണ്ടു. ഖുംതു അലാ ബാബിന്നാർ, ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിലും നിന്നു ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാവിൽ. അപ്പോഴോ ഫഇദാ ആമ്മതു മൻ ദഖലഹൻ നിസാ, ആ കവാടത്തിലൂടെ കടന്നുപോയവരിൽ ഭൂരിഭാഗവും അന്നിസാ, സ്ത്രീകളാണ്. സ്ത്രീകളാണ്, ഉമ്മമാരാണ്, സഹോദരിമാരാണ്. നബിയുനാ റസൂലുള്ളാഹി. പാടലെടുക്കയിലെ എൻ്റെ വാഴ് കേൾക്കുന്ന ഒരൊറ്റ ഉമ്മയും ആ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അള്ളാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ. പക്ഷെ ഇത് പറഞ്ഞത് റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹായ ഹദീസുമാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇന്നലെ ചാനലിലൂടെ
ഒരു സഹോദരി വന്നിട്ടിങ്ങനെ തലയിൽ ഇട്ടിരുന്ന തട്ടം എടുത്തിട്ട് പിന്നെ എന്താ പറയുക, ഈ പെരടിയിലോട്ടിട്ടു. ഇതുവരെ ഞാൻ തട്ടിട്ടിരുന്നു, തട്ട ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ തട്ട ഇടാതിരുന്നാൽ ഇവിടെ എന്താ സംഭവിക്കാൻ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞൊരു താത്ത. ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലെ ചാനൽ കണ്ട ആളുകൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഒരു വന്യരായ ആദരണീയരായ ഉമർ ഫൈലി മുക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ, അദ്ദേഹം പരിശുദ്ധ ദീനിന്റെ നിയമം ഒന്ന് പറഞ്ഞു. ദീനിന്റെ നിയമം തലമറക്കണം, അത് വേണം, അത് ഹിജാബാണ്, അത് ദീനിൽ നിർബന്ധമായ കാര്യമാണ്. അത് ആരോടാ പറയും? മുസ്ലിമിയാത്തുകളായ ഉമ്മമാർ. ബാക്കിയുള്ളവർ എങ്ങനെ നടന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ഉണ്ടോ? നിങ്ങൾക്ക് എന്താ ബേജാറുണ്ടോ? ഒരു ബേജാറുമില്ല. ഉണ്ടോ? ആർക്കും എങ്ങനെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട്. ഉടുത്തിട്ടോ ഉടുക്കാതെയോ അങ്ങനെ നടക്കാം, അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിമാത്തുകളായ ഉമ്മമാരോട്, സഹോദരിമാരോട് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരതനുസരിക്കാനും ബാധ്യസ്ഥരാണ്. മുസ്ലിമാത്താണോ അത് അംഗീകരിക്കണം. ഇത് പറഞ്ഞപ്പോ അതിൽ പ്രതിഷേധം. എന്നിട്ട് അവർ ചോദിക്കുക, എന്താ പിന്നെ പുരുഷന്മാർക്ക് എന്താ, അവർക്കെന്താ തലമറക്കണ്ടേ? അവർക്ക് തൊപ്പിടാതെ എത്ര ആൾക്കാരുണ്ട്, അവർക്ക് തലമറക്കണ്ടേ? സ്ത്രീകൾ മാത്രമാണോ തലമറക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവും. ചുരുക്കി പറഞ്ഞാൽ ദീൻ പറയാൻ പറ്റാതെയായി തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ദീൻ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോവാൻ. എന്തു പറഞ്ഞാലും അത് വിവാദമാക്കാൻ കുറേ മാധ്യമ പ്രവർത്തകരും കുറേ ചാനലുകാരും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ ലൈവ് പരിപാടികൾ സത്യം പറഞ്ഞാൽ ഇത്തരം ലൈവ് പരിപാടികളാണ് കുറേ ആളുകൾ ഉപജീവന മാർഗമായി, അല്ലെ, ലൈവിൽ നിന്ന് ഏതെങ്കിലും ഉസ്താദന്മാരുടെ പ്രഭാഷണ ശകലങ്ങൾ മെല്ലെ കട്ട് ചെയ്ത് അതിങ്ങനെ പിന്നെ ഇട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലക്കുന്നത് കാണാം. കണ്ടില്ലേ, ഒരു മൊയ്ലാര് പ്രസംഗിക്കുന്നത് കേട്ടില്ല? നാളെ ഇപ്പം എൻ്റെ ഈ പ്രസംഗവും എപ്പോഴെങ്കിലും ചിലപ്പോൾ 2050 ഒക്കെ വിവാദമാവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ള ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് ഇതാ മൊയ്ലാര് പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് കുറേ പിന്നെ ആൾക്കാരിങ്ങനെ ഇറങ്ങും. ഇപ്പം തന്നെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനിതൊന്നും പേരൊന്നും പറഞ്ഞ് ഈ മനോഹരമായ ഈ സദസ്സിനെ മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുകയാണ്. അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇവിടെ ദീന് പറയും, അത് പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ആ ഭരണഘടനാനുസൃതമായി അത് നമുക്ക് വകവെച്ചു തരുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ മതത്തെ പ്രചരിപ്പിക്കുന്നു. ഇവിടെ തമ്മിൽ തല്ലാനും അതിനെ പ്രചരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ദീനിന്റെ നിയമങ്ങൾ പറയാണ്. അംഗീകരിക്കുന്നവർക്ക് അത് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാം. പക്ഷേ നിങ്ങളത് പറയാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ച് തരുന്നുണ്ട്. നിങ്ങളത് പറയാൻ പാടില്ല എന്ന് ഇവിടെ ആരും പറയാൻ പാടില്ല. അതെങ്ങനെയാ പറയാ? നമ്മൾ ഈ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നവരുടെ പേരാണ് മുസ്ലിമീങ്ങൾ. അല്ലാത്ത ആളുകളോട് നമ്മൾ പറയുന്നില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിൽ നിന്നപ്പോ അതിലൂടെ കടന്നുപോയവരിൽ ഭൂരിഭാഗവും സഹോദരിമാരാണ്. അതുകൊണ്ട് എൻ്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ആലിമീങ്ങൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഇത് പറയുന്നത്. പിന്നെയോ തുടർന്നങ്ങോട്ട് ജീവിതത്തിന്റെ ഇന്നലകളിൽ എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഖാലിഖായ റബ്ബിനോട് കേണപേക്ഷിച്ച് പൊരുത്തപ്പെടിച്ച് തുടർന്നങ്ങോട്ട് ശേഷമുള്ള ശിഷ്ടജീവിതത്തിൽ നല്ലപോലെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ സാധ്യമാകാൻ വേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലാം കണ്ട, എല്ലാത്തിനും സാക്ഷിയായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അറിയണം, നമ്മൾ പരിചയപ്പെടണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ഇത്ര വലിയ വിപ്ലവം ലോകത്ത് നടത്തിയ ഏതെങ്കിലും ഒരു നേതാവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇത്ര വലിയ വിപ്ലവം നടത്തിയ, ലോകത്ത് വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരേ ഒരു നേതാവ്, അത് മദീനയുടെ രാജകുമാരൻ, അത് മക്കയുടെ നിലാവുളിയായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. പറയുന്നതാരാ? മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ
ക്രൈസ്തവനായ ശാസ്ത്രജ്ഞൻ പറയാണ്, 100ഓളം ആളുകളെ ഞാൻ തെരഞ്ഞെടുത്തു. ലോകത്ത് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ 100ഓളം പണ്ഡിതന്മാരെ. അവരിൽ നമ്പർ 1, അവരിൽ 1-ാം സ്ഥാനക്കാരനായി ഞാൻ മാർക്കിടുന്നത്, ഞാൻ വിലയിരുത്തുന്നത് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ട് ആ 100 പട്ടികയിൽ. മറ്റു മതവിശ്വാസികളായ നേതാക്കന്മാരൊക്കെയുണ്ട്. പക്ഷേ ഞാൻ 1-ാമതായി ഞാൻ അതിൽ മാർക്ക് ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത്? മൈക്കൽ എച്ച് ഹാർട്ട് പറയാണ്, അമേരിക്കക്കാരനായ ശാസ്ത്രജ്ഞൻ. എന്താണ് കാരണം? ഇത്ര വലിയ വിപ്ലവം ലോകത്ത് സൃഷ്ടിച്ച മറ്റൊരു നേതാവ് ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലെ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുമ്പോ എന്താണ് ലോകത്തിന്റെ അവസ്ഥ? എല്ലാവരും മദ്യത്തിന്റെ ആളുകളാണ്. വലിയ മദ്യരാജാക്കന്മാര്, മദ്യവ്യവസായികൾ. 10:45 നിർത്താനായോ? എന്താണ് ആകെ ഒരു ശാന്തസുന്ദരമായൊരു അന്തരീക്ഷം. എന്തെങ്കിലും ഒന്ന് പറയാ. ആ ഒരു ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, യെസ് ഓർ നോ. നിർത്താനായോ? അങ്ങനെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. അതല്ലേ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ 2 ആൾ വന്നിട്ട് ഇങ്ങനെ സംസാരിപ്പിച്ചാൽ ശരിയായിക്കോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിർത്താനായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയണേ അല്ലേ? സത്യത്തിൽ ഞാൻ നേരത്തെ നിർത്താൻ വിചാരിച്ച സമയമായിട്ടുണ്ട്, പക്ഷെ നല്ല മൈക്കാണ്, അതുകൊണ്ട് നിർത്താൻ തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ അൽഹംദുലില്ലാഹ് നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ശബ്ദ സംവിധാനമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ച് കൊടുക്കണം കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതായിരുന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി പറയാലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നതൊന്ന് പൂർത്തീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തങ്ങൾ വരും ചെയ്യും. അതിനിടയിൽ എന്തോ ഒന്ന് അല്ലെ, എന്താ പട്ടിക ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 11:30 മണിക്ക് നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് ആ സമയത്തൊക്കെ നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മദ്യരാജാക്കന്മാർ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒക്കെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മദ്യവ്യവസായിയായിരുന്നു. വലിയ മദ്യവ്യവസായി അബൂ തൽഹത്തുൽ അൻസാരിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, കുന്തു സാഖിൽ ഖൗമി ഫീ ബൈതി അബീ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മദ്യം വിളമ്പുന്ന പണിയായിരുന്നു എൻ്റെ പണി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മദ്യം വിളമ്പലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. വലിയ കച്ചവടക്കാരനാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ വരും മദ്യം വാങ്ങാൻ. അത് ഒഴിച്ചു കൊടുക്കുന്ന ആള് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഖാദിമു റസൂലില്ലാഹ്. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലാണ് മുത്തുനബി തങ്ങളെ നിഴല് പോലെ പിന്തുടർന്നത് ഈ സ്വഹാബി വര്യൻ. 10 കൊല്ലം. എന്നിട്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ആ 10 കൊല്ലത്തിനിടയിൽ ഒരു തവണ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു സംഗതിയിൽ നീ എന്തിനാണത് ചെയ്തത് എന്നോ, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാത്തതിന്റെ പേരിൽ എന്താ അനസേ നീ അത് ചെയ്യാത്തത് എന്നോ 10 കൊല്ലത്തിനിടയിൽ ഒരു തവണ പോലും മുഹമ്മദ് നബി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇതില് എല്ലാവർക്കും പാഠമുണ്ട്. നമ്മുടെയൊക്കെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവരോടൊക്കെ നമ്മൾ എങ്ങനെ ഇടപഴകണമെന്ന് പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ. എന്ന് 10 വർഷത്തിൽ ഒരു തവണ പോലും പറയാത്ത നേതാവ് അല്ലെ? നമ്മളൊരു പക്ഷേ വല്ല കമ്പനീന്റെ മാനേജറോ അല്ലെങ്കിൽ ഒരു കടയുടെ മുതലാളിയോ ഒക്കെ ആവാം. അവിടെ ജീവനക്കാരുണ്ടാവും. അവരെ ഇൻസൾട്ട് ചെയ്യരുത്, അവരോട് എങ്ങനെ പെരുമാറണം പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മദ്യം വിളമ്പുന്നയാളാണ്. അപ്പോഴാണ് ഒരാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ പറഞ്ഞയക്കുകയാണ്. ആ മനുഷ്യൻ ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോവുകയാണ്, അലാ അറിയണേ, ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, മദ്യം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു.
കള്ള് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ വീടിന്റെ മുന്നിലൂടെ നടന്നു പോയപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അനസേ ആ മദ്യത്തിന്റെ മുഴുവൻ ഡ്രമ്മുകളും തകർത്ത് കളയണേ. കച്ചവടം പൊടിപൊടിക്കുകയാണ്, കച്ചവടം നടക്കുകയാണ്. അതിനിടയിലാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോയത്, കള്ള് നിഷിദ്ധമാണ്. അത് കേൾക്കേണ്ട താമസം ആ മദ്യ വ്യവസായിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, നബിയെ ഈ സ്റ്റോക്ക് ഒന്ന് തീർന്നോട്ടെ, നബിയെ ഇവിടെ സ്റ്റോക്കുള്ള കുറച്ച് സാധനമുണ്ട്, ഇതൊന്ന് തീർന്നോട്ടെ, നാളെ മുതൽ ഞാനിത് അവസാനിപ്പിക്കാമെന്നല്ല പറഞ്ഞത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസ് എന്നവരോട് പറഞ്ഞു, അനസേ തകർത്ത് കളയണം, മുഴുവൻ ഡ്രമ്മുകളും മുഴുവനും തകർത്ത് കളയണം, എല്ലാ ടാങ്കുകളും ഒഴിപ്പിച്ച് കളയണം. ചരിത്രത്തിൽ കാണാം, പ്രിയപ്പെട്ടവരെ, തെരുവോരങ്ങളിൽ മദ്യമിങ്ങനെ ഒഴുകാൻ തുടങ്ങി. മദ്യരാജാക്കന്മാരായ വ്യവസായികളായിരുന്ന സ്വഹാബത്ത് മുഴുവനും ഈ പ്രഖ്യാപനം വന്നപ്പോഴേക്ക് മദ്യത്തെ ഒലിപ്പിക്കുകയാണ്, ഒഴിച്ചു കളയുകയാണ്. ഇതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പരിവർത്തനം എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം കൊണ്ടാണ് അവരോട് സംസാരിച്ചത്. സ്നേഹം കൊണ്ട് സംവദിച്ചപ്പോ അവർ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കൽപ്പനകളെയും അവർ ശിരസാവഹിച്ചു. ഹബീബിന്റെ ഓരോ ചലനങ്ങളെയും അവർ ഒപ്പിയെടുത്തു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഞ്ചോടിഞ്ച് അവർ പിൻപറ്റി എന്നതാണ് ചരിത്രം. ഓരോ ചലനങ്ങളിലും റസൂലുള്ളാഹി തങ്ങളെ അവർ ചേർത്തു പിടിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവിടെ കണ്ടത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എത്ര കാലമായി നമ്മുടെ ഗവൺമെന്റുകളൊക്കെ മദ്യം നിരോധിക്കാൻ എന്തൊക്കെ നിയമനിർമ്മാണം നടത്താനൊക്കെ നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പരിവർത്തനം അത് വല്ലാത്തൊരു പരിവർത്തനമാണ്. അതേപോലെ എൻ്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരറിയണം, ഈ പുതിയ കാലത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല, ഞങ്ങൾക്ക് തല തുറക്കാനും ഞങ്ങൾക്ക് അതേപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും പർദ്ദ വലിച്ചെറിയാനൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഇന്നത്തെ പ്രിയപ്പെട്ട സഹോദരിമാരറിയണം, എന്തായിരുന്നു പുണ്യനബി തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുമ്പോ അന്നത്തെ സഹോദരിമാർക്കുണ്ടായിരുന്ന അനുഭവമെന്ന്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നവർ, ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നവർ. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. വിശുദ്ധ ഖുർആൻ അവരോട് പെൺകുഞ്ഞാണ് ജനിച്ചത് എന്ന് പറയപ്പെട്ടാൽ അവർ ലജ്ജിച്ച് തലതാഴ്ത്തുമായിരുന്നു, മുഖം ദേഷ്യത്താൽ ചുവന്നു തൊടുക്കുമായിരുന്നു. ആരുടെ? ആ കാട്ടാളന്മാരുടെ. പെണ്ണാണ്, ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറക്കും. സഹിക്കാൻ പറ്റാത്ത അപമാനം, വല്ലാത്ത അപമാനം, അപമാനഭാരത്താൽ അവർ തലതാഴ്ത്തും. എന്നിട്ട് ആ പെൺകുഞ്ഞിന് 2, 3, 4 വയസ്സാകുമ്പോ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചുമൂടും. അങ്ങനെ 10, 20 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയ ആളുകളൊക്കെയാണ് അവസാനം ഹബീബിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹു എന്നോട് പൊറുക്കുമോ നബിയേ? എന്റെ 20 പെൺമക്കളെ, എന്റെ 20 കുഞ്ഞുങ്ങളെ ഈ കൈകളെ കൊണ്ടാണ് ഞാൻ കുഴിച്ചു മൂടിയത്. എന്തിന്റെ പേരിലെന്നറിയോ? പെൺകുഞ്ഞായി പോയി എന്ന ഒറ്റ കാരണത്താൽ. യാ റസൂലല്ലാഹ്, അല്ലാഹു ഇത് പൊറുക്കുമോ നബിയേ? പുണ്യനബി തങ്ങളുടെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. അപ്പോഴും ഹബീബ് പറഞ്ഞു, അൽ ഇസ്ലാമു യഹ്ദിമു മാ ഖബ്ല, ഇസ്ലാം മുമ്പ് ചെയ്ത പാപങ്ങളെ മുഴുവനും പൊളിച്ചു കളയുന്നതാണ്, പുറത്തു തരുന്നതാണ്. മുസ്ലിമാകലോടുകൂടെ മുമ്പ് ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത് ദിഹിയത്തുൽ കൽബിയെ പോലെ
ആമിർ ഇബ്നു ഖൈസിനെ പോലെ എത്രയോ ആളുകൾ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 10 കുട്ടികളെ 20 കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയ കൈകളാണിത്, അവര് പെൺകുഞ്ഞായി പോയി എന്ന കാരണത്താൽ എൻ്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന നിങ്ങളെ കൈപിടിച്ച് ആനയിച്ചത്, കൈപിടിച്ച് ലോകത്തിന്റെ നെറുകയിൽ നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങൾ ലോകത്തെ ഏറ്റവും ഉന്നതരാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് ചില നിഷ്ഠകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചില വേഷവിധാനങ്ങൾ നിങ്ങൾക്ക് പാടില്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ നേതാവിനെ അംഗീകരിക്കാൻ കഴിയുന്നവരുടെ പേരാണ് മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും. അല്ലാത്തവർക്ക് എന്തും സ്വീകരിക്കാം. നമ്മുടെ രാജ്യത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുസ്ലിമീങ്ങളോട് നമ്മൾ പറയുന്നു, മുസ്ലിമാത്തുകളോട് നമുക്ക് ചില നിബന്ധനകളും അതേപോലെ ചില ചിട്ടകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മുടെ പുതിയ വളർന്നു വരുന്ന പ്രിയപ്പെട്ട തലമുറയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി അല്ലേ തല തുറന്ന് പാട്ടുപാടി അങ്ങനെ എങ്ങനെയൊക്കെയോ സ്കൂളുകളിൽ മിങ്കിളായി, മറ്റുള്ള ചെറുപ്പക്കാരുടെ കൂടെയൊക്കെ മിങ്കിളായി, അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഒന്നും ഒരു വിഷയമേ അല്ല. സങ്കടകരമാണ്. അതൊന്നും ഒരു വിഷയമേ അല്ലാതെയായി മാറിയിരിക്കുന്നു. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അല്ലേ. നമ്മൾ നോക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒക്കെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം കുറേ സുബ്ഹാനല്ലാഹ്, വളരെ 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 സങ്കടം. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ നല്ല പോലെ ശ്രദ്ധിക്കണം, ഉമ്മമാര് നല്ല പോലെ ശ്രദ്ധിക്കണം. മക്കളുടെ കയ്യിൽ തോന്നിയതുപോലെ മൊബൈൽ ഫോൺ കൊടുത്ത് തോന്നിയതുപോലെ മക്കളുടെ എല്ലാ വേഷവിധാനങ്ങളും എന്തവര് തോന്നിവാസം ചെയ്താലും അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഉമ്മമാരായി നിങ്ങൾ മാറരുത്. നാളെ നമ്മളെ ചവിട്ടി മാറ്റി ഏതെങ്കിലും കോടതി വരാന്തയിൽ നിന്നുകൊണ്ട് കണ്ണിൽ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക? എപ്പോഴാണ് നമ്മൾ പഠിക്കുക? എത്ര ഉമ്മമാരുടെ ആർത്തനാദങ്ങൾ കേൾക്കേണ്ടി വന്നു നമ്മൾക്ക്, എത്ര സഹോദരിമാരുടെ ദീനരോദനങ്ങൾ കേൾക്കേണ്ടി വന്നവരാണ് നമ്മൾ. മോളെ പോകല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കേണപേക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലെ കോടതി വരാന്തകളിൽ എത്രയോ കണ്ടു നമ്മൾ. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കാല് പിടിച്ച ഉമ്മയുടെ കൈകളിൽ തട്ടി ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ പെൺകുട്ടികൾ പ്രിയപ്പെട്ടവരെ ഈ കാസർഗോഡിന്റെ, കണ്ണൂരിന്റെ, കോഴിക്കോടിന്റെ, മലബാറിന്റെ മടിത്തട്ടിൽ ഉണ്ടായില്ലേ എത്രയോ പെൺകുട്ടികൾ? എത്ര വാപ്പമാർക്ക് വീടിനകത്ത് കഴിയേണ്ടി വന്നു ജീവിതാവസാനം വരെ അപമാന ഭാരത്താൽ? എത്ര ഉമ്മമാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ പോയി? പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ വീടുകളിലും അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ഹയാഓടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തണം. ഹയാ എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ് ഹയാ എന്ന് പറയുന്നത്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ ഒരു ഭാഗമാണ് ഹയാ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ല ഹയാഓടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തണേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, ഉമ്മവാപ്പമാരോട് സസ്നേഹം സവിനയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.